ഗുഡ് മോർണിംഗ് എവരിവൺ. സോ ഇന്ന് നമുക്ക് ഡെയിലി വ്ലോഗ് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. പല്ല് വെച്ച് ഗൈസ്, ഇനി കുളിക്കണം. അതിന് മുന്നേ എനിക്ക് ഡ്രസ്സ് നോക്കാം ഇന്ന് എന്തിനാണ് ഞാൻ ഇടാൻ പോകണമെന്നുള്ളത്. ഗൈസ്, സോ ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ഇതാണ്. സോ ഗൈസ്, അയൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ കുളിച്ചിട്ട് വരാം. റെഡിയായി, നമുക്കിനി ഫുഡ് ചെയ്യാൻ പോകും. രാവിലെ ഓട്സ്, മുട്ടയുണ്ട്, ചോറുണ്ട്, മതി. ഗൈസ്, ഓട്സ് കുടിക്കാം. ഫുഡ് ബാക്ക് ചെയ്യാം. പോണേ ഗൈസ്, എൻ്റെ റെഡിയായി ഇറങ്ങി. എൻ്റെ വണ്ടിയല്ല എടുക്കുന്നത്, അസുരരാജിൻ്റെ വണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം എൻ്റെ വണ്ടി ഇതേ പൊടിയൊക്കെ അടിച്ച് ഒരുമാതിരിയായി കിടക്കുകയാണ്. അതൊന്ന് വന്നിട്ടൊന്ന് കഴുകണം. ഗൈസ്, വണ്ടി എടുത്ത് ഇപ്പോൾ ഗൈസ്, ID കാർഡ് ഇല്ലാണ്ട് ഞാൻ അകത്ത് കയറി. അവർക്കൊക്കെ എന്നെ അറിയാം, ഞാൻ വല്ലൊരു ബ്ലോഗറാണെന്ന്. അതുകൊണ്ട് പിന്നെ ചെയ്യുന്നില്ല. ബാക്കി എല്ലാവരും പിടിച്ച് ID കാർഡ് എവിടെ പോകണമെന്നൊക്കെ ചോദിക്കും. പക്ഷെ എൻ്റെ അടുത്ത് അതൊന്നും ചോദിക്കില്ല. ഐ ആം ദ ഫേമസ് ബ്ലോഗർ എന്ന് ഞാൻ എന്നെ തന്നെ പറയും. ആരും വന്നിട്ടില്ല ഗൈസ്, ഞാൻ നേരത്തെയാണ്. മണി 9:15 11:20 നല്ല വർക്കുണ്ട് ഗൈസ്. ഇന്ന് ചായ പോലും കുടിച്ചില്ല. എൻ്റെ ഫോണാണെങ്കിൽ ഫുള്ളും പോയി ഗൈസ്. ഡിസ്പ്ലേ ഒക്കെ അടിച്ചു പോയി. സാംസങ് S21 FE ആണ്. ആരും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പൊട്ട ഫോണ്, കാണാൻ മാത്രം കൊള്ളാം. ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ്, ചായ, കോഫി, ക്യാപ്പച്ചിനോ ഉണ്ടാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിച്ചിട്ട് വരാം. ചോറ് വെന്തില്ലേ? കുഴപ്പമില്ല, കൊള്ളാം ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഗെയിമൊക്കെ കളിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിച്ച് ഇനി വർക്ക് ചെയ്യണം. ഒറ്റയ്ക്കായതുകൊണ്ട് കട്ട ബോറാണ് ഗൈസ്. ആരുമില്ല, എൻ്റെ ഫ്രണ്ട്സൊന്നും ആരുമില്ല. ഒറ്റയ്ക്ക് ഓഫീസിൽ നല്ല ബോറുണ്ട്. ഇന്ന് ഇവിടെയും ആരുമില്ല. ഞാൻ കാണിച്ചത് ഇവിടെയും ആരുമില്ല. സീനിയേഴ്സ്, എൻ്റെ ടീം ലീഡ്, എൻ്റെ
ഫ്രണ്ട്സ് ആരുമില്ല. ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ആൾക്കാർക്ക് എന്നെ നോക്കണം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. എന്ത് ചെയ്യാൻ, എനിക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. പക്ഷെ നല്ല ഷോ കാണത്തുമ്പോൾ ഇത്ര നാൾ കൂടെ ഉണ്ടായിട്ട് ആൾ ഇല്ലാണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വിഷമം വരും. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഫുൾ പോസ്റ്റാണ് ഇപ്പോൾ ഞാൻ, ഫുൾ വർക്ക്. പക്ഷേ അവരൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് അറിഞ്ഞൂടാ. ഞാൻ ഫുൾ ടൈം ഇപ്പോൾ ലാബിൻ്റെ മുന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചായ കുടിക്കാൻ പോലും പോകണില്ല, ഒറ്റയ്ക്കായതുകൊണ്ട്. ഓഫീസിൻ്റെ അകത്തു നിന്ന് ചായ എടുത്ത് കുടിക്കും, അതല്ലാണ്ട് പുറത്തുനിന്ന് കുടിക്കാനും അല്ല ക്യാൻറ്റീൻ പോകണില്ല. വാഷ്റൂം പോവും, പിന്നെ ഓഫീസ് പോവും. പിന്നെ ഇപ്പോഴാണ് ഈ വൈകിട്ട്. സാധാരണ അവരൊക്കെ ഉള്ളപ്പം ഞാനൊരു 3-4 വട്ടമെങ്കിലും ഈ സോഫയിൽ വന്നിരിക്കും, ഒന്ന് റെസ്റ്റ് ചെയ്യാം, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ആരും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചുമ്മാ ഇരിക്കുകയാണ്, ബോറടിച്ച്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. എന്ത് പറയാൻ. ഓക്കെ, ബൈ. കഴിഞ്ഞു ഇന്നത്തെ വർക്ക്. ഞാൻ പോവുകയാണ്. ആരുമില്ലാതെ ഒറ്റയ്ക്ക്. ഇന്ന് ഫുൾ ഡേ ഒറ്റയ്ക്കായിരുന്നു ഗൈസ്. ഇന്ന് വർക്ക് ചെയ്തു കൂടി. ഞങ്ങൾ ഇറങ്ങി ടൈമായി. ഇവിടെ നമുക്ക് ക്രിസ്മസ് ആയിട്ട് ട്രീ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് സെറ്റാക്കണം. അങ്ങനെ അപ്പുറത്തും ക്രിസ്മസിൻ്റെ പരിപാടികൾ തുടങ്ങിയാണ്. ഇത് കുറേ പേരൊക്കെ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആരുമില്ല, എല്ലാവരും ഇറങ്ങി. അങ്ങനെ നമുക്ക് പോവാം ഗൈസ്. ഞാനിനി വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ ജിമ്മിൽ പോവാം ഗൈസ്. അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങി. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ട്രിവാൻഡ്രത്തിന് എൻ്റെ ഫ്രണ്ട്സ് വണ്ടർല വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഇനി അവരിവിടെ കാണാൻ പോകണം. ഹരി, അങ്ങനെ ഗൈസ് ട്രിവാൻഡ്രത്തിന് വണ്ടർല വന്നതാണ് ഇമാര്. ഒറ്റയ്ക്ക്